സന്തോഷ്, സംക്രമ പുണ്യം നുകർന്ന തീർത്ഥാടക ലക്ഷങ്ങൾ സംക്രമ സന്ധ്യയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. പൂങ്കാവനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പർണശാലകൾ കെട്ടിയാണ് തീർത്ഥാടക ലക്ഷങ്ങൾ സംക്രമ സന്ധ്യയിലെ മകരജ്യോതി ദർശിക്കുന്നതിനും മകരവിളക്ക് ദർശിക്കുന്നതിനുമായി കാത്തിരിക്കുന്നത്. പൂങ്കാവനത്തിലെങ്ങും ശരണമന്ത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുഴങ്ങുന്നത്. സംക്രമ പൂജ രാവിലെ 7:40 മുഹൂർത്തത്തിൽ നടന്നു. അതിനുശേഷം അയ്യപ്പനെ ദർശിച്ച തീർത്ഥാടക ലക്ഷങ്ങൾ ഇപ്പോൾ സംക്രമ സന്ധ്യയിൽ പൊന്നമ്പല മേട്ടിൽ തെളിയുന്ന മകരജ്യോതിയും ആകാശത്ത് തെളിയുന്ന മകരനക്ഷത്രവും ദർശിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ്. തീർത്ഥാടകരെല്ലാം ശരണം വിളികളോടെ നിറഞ്ഞ ഭക്തിയോടെ അയ്യപ്പ ദർശനത്തിലുള്ള കാത്തിരിപ്പിലാണ്. പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ കാനനപാതയിലൂടെ സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ലാഹാ സത്രത്തിൽ നിന്നുമാണ് യാത്ര തുടർന്ന് അട്ടത്തോട്, ഒളിയൻപുഴ ഉൾപ്പെടെയുള്ള കൊടും വനത്തിലൂടെയായിരിക്കും ഘോഷയാത്ര. വൈകിട്ട് 6 മണിയോടുകൂടി ശരംകുത്തിയിൽ എത്തിച്ചേരുക. ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും ചേർന്ന് ആചാര അനുഷ്ഠാനങ്ങളോടെയായിരിക്കും സന്നിധാനത്തേക്ക് സ്വീകരിക്കുക. 18ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി 6:45 അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി സംക്രമ സന്ധ്യയിലെ ദീപാരാധന നടക്കും. വലിയ ഭക്തജനത്തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഉച്ചയോടുകൂടി തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് പമ്പയിൽ നിയന്ത്രണം ഉണ്ടാവും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുക. തീർത്ഥാടകരിപ്പോൾ പ്രധാനമായും പാണ്ടിത്താവളം, പുല്ലുമേട്, അതോടൊപ്പം തന്നെ നീലിമല, പമ്പ, ഹിൽ ടോപ്പ്, മാളികപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മകരസംക്രമ സന്ധ്യയ്ക്കായി കാത്തിരിക്കുകയാണ്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സന്നിധാനത്ത് മാത്രം ഏകദേശം 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ തടിച്ചുകൂടുന്ന മാളികപ്പുറം, അതോടൊപ്പം തന്നെ നടപ്പന്തൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം ബാരിക്കേഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി സംക്രമ സന്ധ്യയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് സന്തോഷ്.